നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. 2023-24 എന്ന സീസൺ ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. നമുക്കറിയാം, യുവേഫ ചാമ്പ്യൻസ് ലീഗ് കിരീടം റയൽ മാഡ്രിഡ് ആണ് സ്വന്തമാക്കിയിട്ടുള്ളത്. അതേസമയം ലാലിഗ കിരീടം റയൽ തന്നെയാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിന്റെ കാര്യത്തിലേക്ക് വന്നാൽ മാറ്റങ്ങൾ ഒന്നും സംഭവിച്ചിട്ടില്ല. മാഞ്ചസ്റ്റർ സിറ്റി അവരുടെ കിരീടം നിലനിർത്തുകയായിരുന്നു. കൂടാതെ യൂറോ കപ്പും കോപ്പ അമേരിക്കയും ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. കോപ്പ അമേരിക്ക കിരീടം അർജന്റീന തന്നെ നിലനിർത്തി. അതേസമയം യൂറോ കപ്പ് സ്പെയിനാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഇതിനുശേഷം ട്രാൻസ്ഫർ മാർക്കറ്റ് തങ്ങളുടെ താരങ്ങളുടെ മൂല്യം ഒന്ന് പുതുക്കിയിരുന്നു. നിലവിൽ ഫുട്ബോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ മൂല്യമുള്ള താരങ്ങളുടെ ഒരു പട്ടിക അവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആദ്യ സ്ഥാനത്ത് 4 താരങ്ങളാണ് ഇപ്പോൾ വരുന്നത്. ബെല്ലിംഗ്ഹാം, ഹാലണ്ട്, വിനീഷ്യസ് ജൂനിയർ, കിലിയൻ എംബപ്പെ. ഇങ്ങനെ 4 താരങ്ങൾ ഒന്നാം സ്ഥാനം പങ്കിടുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. 180 മില്യൺ യൂറോയാണ് ഈ 4 താരങ്ങളുടെയും മൂല്യം. ഇവിടെ എടുത്തു പറയേണ്ടത് റയലിന്റെ ഒരു ആധിപത്യം തന്നെയാണ്. ഒന്നാം സ്ഥാനത്തുള്ള 4 താരങ്ങളിൽ 3 താരങ്ങളും ഇപ്പോൾ റയൽ മാഡ്രിഡ് താരങ്ങളാണ്. ജൂഡ് ബെല്ലിംഗ്ഹാം, വിനീഷ്യസ് ജൂനിയർ, കിലിയൻ എംബപ്പെ എന്നിവരാണ് ആ താരങ്ങൾ. ഏർലിംഗ് ഹാലണ്ടിനും 180 മില്യൺ യൂറോ തന്നെയാണ് വാല്യൂ വരുന്നത്. ഇനി 5ാം സ്ഥാനത്ത് വരുന്നത് മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഫിൽ ഫോഡൻ ആണ്. അദ്ദേഹത്തിന്റെ ഒരു വാല്യൂ വരുന്നത് 150 മില്യൺ യൂറോയാണ്. അതുപോലെ തന്നെ 6ാം സ്ഥാനത്ത് ബുക്കയോ സാക്ക വരുന്നു, 140 മില്യൺ യൂറോ. 7ാം സ്ഥാനത്ത് ഫ്ലോറിയാൻ വിഡ്സ് ആണ് വരുന്നത്, 130 മില്യൺ യൂറോയാണ് ബയർ ലെവർക്യൂസൻ താരത്തിന്റെ മൂല്യം. 8ാം സ്ഥാനത്ത് അതായത് 7ാം സ്ഥാനത്ത് തന്നെ 3 താരങ്ങളാണ് വരുന്നത്. ജമാൽ മുസിയാലയും അതുപോലെ തന്നെ റോഡ്രിയും ഈ ഒരു സ്ഥാനങ്ങളിലാണ് വരുന്നത്. ഈ 3 താരങ്ങളുടെയും വാല്യൂ എന്നുള്ളത് 130 മില്യൺ യൂറോയാണ്. അതുപോലെ തന്നെ 10ാം സ്ഥാനത്ത് 3 താരങ്ങൾ വരുന്നുണ്ട്. അതിലൊന്ന് ലാമിൻ യമാലാണ്. 120 മില്യൺ യൂറോയാണ് ലാമിൻ യമാലിന്റെ വാല്യൂ. കേവലം 17 വയസ്സ് മാത്രമാണ് അദ്ദേഹത്തിനുള്ളത്. ഇപ്പോൾ തന്നെ 120 മില്യൺ യൂറോ അദ്ദേഹത്തിന്റെ മൂല്യം ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ റയൽ താരമായ ഫെഡെ വാൽവർദെ, ഡക്ലാൻ റൈസ് എന്നിവർക്കും 120 മില്യൺ യൂറോയാണ് മൂല്യമായി കൊണ്ടുവരുന്നത്. 13ാം സ്ഥാനത്ത് 3 താരങ്ങൾ വരുന്നുണ്ട്. റയൽ മാഡ്രിഡ് താരമായ റോഡ്രിഗോ, അതുപോലെ തന്നെ ഇന്റർ മിലാന്റെ താരമായ ലൗറ്റാറോ മാർട്ടിനസ്, ഒഡേഗാർഡ് എന്നിവരാണ് ഇപ്പോൾ വരുന്നത്. ഇവരുടെയൊക്കെ മൂല്യം 110 മില്യൺ യൂറോയാണ്. 16ാം സ്ഥാനത്ത് 4 താരങ്ങളാണ് വരുന്നത്. അതിൽ കമവിംഗ വരുന്നു, അതുപോലെ തന്നെ ചുവാമിനി വരുന്നു, ഒസിംഹൻ വരുന്നു, ഹാരി കെയ്ൻ വരുന്നു. ഇവരുടെ എല്ലാം മൂല്യം എന്നുള്ളത് 100 മില്യൺ യൂറോയാണ്. റയൽ മാഡ്രിഡിന്റെ ഒരു സമ്പൂർണ്ണ ആധിപത്യമാണ് ഈ ലിസ്റ്റിൽ നമുക്ക് കാണാൻ സാധിക്കുക. ജൂഡ് ബെല്ലിംഗ്ഹാം, വിനീഷ്യസ് ജൂനിയർ, കിലിയൻ എംബപ്പെ, അതുപോലെ തന്നെ ഫെഡെ വാൽവർദെ, റോഡ്രിഗോ, കമവിംഗ, ചുവാമിനി, ഇങ്ങനെ ഒരു വലിയ താരനിര തന്നെ റയലിന്റെ മൂല്യം കൂടിയ താരങ്ങൾ ഇപ്പോൾ ഇടം നേടിയിട്ടുണ്ട്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കൊണ്ടും കാണാം.